ഹായ്. ജെ.കെ സംവിധാനം ചെയ്ത ഗർ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. സുരാജ് വെഞ്ഞാറമ്മൂട്, കുഞ്ചാക്ക ബോബൻ, അനഘ, ശ്രുതി രാമചന്ദ്രൻ, മഞ്ജു പിള്ളി, രാജേഷ് മാധവൻ തുടങ്ങി കുറേ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ. ഇതിൻ്റെ തിരക്കഥയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. അതായത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സിനിമ വിലയിരുത്തിയും കണ്ടും അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞും ഈ കാലഘട്ടത്തിന് വേണ്ട സിനിമ അല്ലെങ്കിൽ നമ്മളൊരു സിനിമയുടെ ഒരു ഇറ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഗർ പോലെയുള്ള ഒരു സിനിമ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരക്കഥ എവിടെ നിൽക്കുന്നു എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് രണ്ട് പ്രണയിക്കുന്നവർ ഈ പ്രണയത്തിൽ തേപ്പ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുമ്പം ഒരു സിംഹത്തിൻ്റെ കൂട്ടിനുള്ളിലേക്ക് അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറി പോകുന്ന നായകൻ. ഇതാണ് തുടക്കം തൊട്ട് അവസാനം വരെ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എനിക്കെന്തോ ഈ സിനിമ മൊത്തത്തിൽ അങ്ങ് വർക്കായില്ല എന്ന് തന്നെയാണ്. എവിടെയും നല്ലത് പറയാറുണ്ടോ അല്ലെങ്കിൽ എടുത്തു നിൽക്കുന്ന മുഴച്ചു നിൽക്കുന്ന നല്ലത് എന്തെങ്കിലും ഈ പോരായ്മയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂടി അവിടെയും വീക്കായിട്ട് തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് നിൽക്കുന്നുള്ളത്. സംവിധായകനായ ജെ.കെയും പ്രവീണും തന്നെയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഭയങ്കര വീക്കായ ഒരു സ്റ്റോറി, അതിനൊരു തിരക്കഥ, അതിനൊരു സ്ക്രീൻ പ്ലേ, അങ്ങനെ പോകുന്നു ഇതിൻ്റെ ഒരു മൂഡ്. ഇതിൽ പ്രണയമുണ്ട്, പിന്നെന്താ അതിനോടുള്ള ദേഷ്യം, വിഷമം, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ മൊത്തത്തിൽ റണ്ണാവുന്നതെങ്കിലും ഈ പ്രണയത്തിൻ്റെ ഒരു ഡെപ്ത് എത്രമാത്രം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇയാൾ ഇത്ര ഒരു മദ്യപിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇത്രമാത്രം ഡെപ്ത് ഉള്ള ഒരു പ്രണയം അല്ലെങ്കിൽ ഈ ഇത്രയും ചെയ്യാനൊരു പ്രണയത്തിന് ഡെപ്ത് ഉണ്ടോ എന്നൊക്കെ തോന്നും വിധം അതിൻ്റെ സീൻസ് ഒന്നും എവിടെയും കാണിക്കാതെ വലിയൊരു ഭീകരമായ ഒരു സിറ്റുവേഷൻ. അതായത് ഒരു സിംഹം മുന്നിൽ നിൽക്കുന്നു. ഒരു കോമഡിയാണ്, സിനിമ കോമഡിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇത്രയും ഭീകരമായ ഒരു സിറ്റുവേഷൻ അത് കോമഡിയാക്കി എടുത്ത രീതി അല്ലെങ്കിൽ ഒരു സീരിയസ് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അതിനോടൊരു നീതി പുലർത്താതെ എടുക്കുന്ന കോമഡിയായ രീതികൾ, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇൻ ദ സെൻസ് ഒരു രസം ഉണ്ടാവുന്നില്ല കാണാൻ. അയ്യോ, ചില സമയത്ത് നമുക്ക് ടെൻഷനാവും, പക്ഷേ സിനിമയിൽ ഫുൾ കോമഡി ആയിട്ടായിരിക്കും കാണിക്കുക. ഇതെന്താ ഇങ്ങനെ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിൽ നമ്മളെ ഒരുവിധം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അല്ലെങ്കിൽ കോമഡി ആക്കേണ്ടതല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന രംഗങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ 4 പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. തുടക്കത്തിലെ മ്യൂസിക് അല്ലാണ്ട് 4 പാട്ടുകളുടെയും പ്ലേസ്മെന്റ് ഭയങ്കര ബോറായിട്ടുണ്ട്. ഞാൻ ഈ എല്ലാം ബോറായിട്ടുണ്ടെന്ന് ഒരു സിനിമയെക്കുറിച്ച് പറയാൻ നല്ല വിഷമമുള്ള ആളാണ്. ഞാനത് മുന്നേ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ബോറാണെന്ന് പറയാൻ ഒരു വിഷമമുണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് അടുത്ത കാലത്ത് കണ്ട സിനിമകൾ വെച്ചിട്ട് ഇപ്പം ഈവൻ വർഷങ്ങൾക്ക് ശേഷം പോലും ഞാൻ അത്ര നല്ല റിവ്യൂ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അത്ര നല്ല രീതിയിലല്ലെങ്കിലും അതിലും മോശമായ ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതിലും മോശം ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നതും എനിക്ക് മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ്. അപ്പോൾ ഈ പാട്ടുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാട്ടുകൾ വലിയ കുഴപ്പമൊന്നുള്ള പാട്ടുകളല്ല, പക്ഷെ ഏറ്റവും അവസാനം വെച്ചൊരു സൂപ്പറാട പാട്ടുണ്ട്, അത് ബോറായിരുന്നു. അതും ബാക്കിയുള്ള 3 പാട്ടുകളും എവിടേക്കോ എന്തൊക്കെയോ കൊടുക്കുന്നു, പ്ലേസ്മെന്റ് കറക്റ്റ് അല്ല, എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നായന്മാരുടെ പ്രശ്നങ്ങളായ കുറേ നായന്മാരും അങ്ങനെ ജാതി സാധനങ്ങൾ പറയുന്നുണ്ട്. കുറേ സർക്കാസ്റ്റിക്കായി ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ സീൻസ് ഇതിലുണ്ടായിരുന്നു. പക്ഷെ അത് അത്രമാത്രം ഉപയോഗിച്ചോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര സംശയം തോന്നുന്ന, അല്ലെങ്കിൽ ഈ സിനിമ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോ ആ കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ഡൗട്ട് വരാൻ സാധ്യതയുള്ള. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സത്യം പറയട്ടെ, എനിക്ക് ഇൻ്റർവെല്ലിന് മുന്നേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമ മൊത്തം കാണണം, എനിക്ക് അഭിപ്രായം പറയണം എന്നുള്ള നിർബന്ധം കൊണ്ട് സത്യമായിട്ട് ഞാൻ പറയാണ്, അതുകൊണ്ടുള്ള നിർബന്ധം കൊണ്ട് കാരണം മാത്രം ഞാൻ മൊത്തത്തിലിരുന്ന് കണ്ടൊരു സിനിമയാണ്. എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്കൊരു സെക്കൻഡ് ഹാഫ് കാണാൻ തരുന്ന ഒരു ആങ്സൈറ്റിയോ ഒരു ക്യൂരിയോസിറ്റിയോ അങ്ങനെ ഒന്നും ജനിപ്പിക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു, അയാൾ പിന്നെ ഒരു സിംഹം ഉണ്ടായിരുന്നു. പാവം തോന്നി എനിക്ക് ആ സിംഹത്തിന്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രാഫിക്സ് ചെയ്തതൊക്കെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം പ്രണവ് വയസ്സായാൽ തീരെ ഫിറ്റല്ല എന്ന് തോന്നൂലേ, അതുപോലെയാണ് സിംഹത്തിൻ്റെ ഗ്രാഫിക്സ് സാധനം ചെയ്തിട്ടുള്ളത്. ഇത് എത്രമാത്രം ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതിന് ഫലിപ്പിക്കേണ്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സ്വാഭാവികമാണ്, സമ്മതിക്കുന്നത്. പക്ഷെ അതിലും മോശമായിട്ടൊക്കെ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സിംഹത്തിനെ കൊണ്ട്, സിംഹം അവിടെ ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമില്ല, വലിയ ഗുണവും ഇല്ല, മെച്ചവും ഇല്ല. ഓക്കെ, 1-2 തവണ ഒന്ന് നമ്മൾ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പരാജയപ്പെടുന്നുണ്ട്. അലൻസിയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അലൻസിയർ ഒരു ചെറിയ കഥാപാത്രമാണ്, പക്ഷെ മെയിനായിട്ട് ചെയ്യുന്നൊരു കഥാപാത്രം കൂടിയാണ്. ശോഭി തിലകനാണ്
ഒരു വില്ലൻ കാറ്റഗറിയിലേക്ക് വരുന്നത്. അനഘയും കുഞ്ചാക്കോ ബോബനും അവരുടെ ഒരു പ്രണയത്തിൻ്റെ, അല്ലെങ്കിൽ ഒരാൾ ഏജ് ഡിഫറൻസ് ഉണ്ട് ഇവരുടെ പ്രണയത്തിന്, അപ്പോൾ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചുണ്ടാവുന്ന, സിംഹത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ രക്ഷപ്പെടുത്തുന്ന ഒരാളായിട്ടാണ് സുരാജ്. അങ്ങനെ നമുക്ക് ട്രെയിലറിൽ കാണാവുന്നതാണ് ഇതൊക്കെ. പക്ഷേ സുരാജിൻ്റെയും ശ്രുതിയുടെയും ദാമ്പത്യത്തെക്കുറിച്ചും കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും അവിടെയും കുറേ സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ വർക്ക് ചെയ്യാവുന്ന കുറേ കണ്ടൻസ് ഇതിലുണ്ടെങ്കിലും അതൊന്നും വർക്ക് ചെയ്യാതെ ജസ്റ്റ് ഒരു മുകളിൽ കൂടി പരത്തി പോവുക, മുകളിൽ കൂടി പരത്തി പറഞ്ഞു പോവുക, അതും നമ്മളെ അതിഭീകരമായി ബോറടിപ്പിച്ച് ഇൻ്റർവെൽ ആകുമ്പോഴേക്കൊക്കെ നമുക്ക് മതിയാവും എന്നൊക്കെ തോന്നാവുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന, ക്ലൈമാക്സ് എത്തുമ്പോൾ ലാഗടിച്ച് എനിക്ക് ഇത് തീരാറായില്ലേ എന്നൊക്കെ തോന്നുന്ന, അവസാനം ആ പാട്ടും കൂടി വെച്ചതോടെ എനിക്ക് മടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും സീനുകൾ. അപ്പോൾ ഒരു വിധത്തിലും എനിക്കതിനോടൊരു എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സിനിമ ആസ്വാദകർ, പഴയവർ കാണുമെന്നല്ല, പഴയ സമയത്തൊക്കെ കാണുന്ന ചില നോർമൽ വളരെ കോമഡി ചളികൾ നിറഞ്ഞ കുറേ സാധനങ്ങൾ, സുരാജിൻ്റെ പഴയ കോമഡി ചളി, അത്ര പോലും ഏൽക്കാത്ത ചളികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു നോർമൽ പ്രേക്ഷകൻ അത്രമാത്രം ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് സിനിമ കണ്ട് അതിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ അറിയുന്ന ഒരു പ്രേക്ഷകന് ഇത് കണ്ടിരിക്കാൻ പറ്റുമോ 2.5 മണിക്കൂർ നേരം എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അനാവശ്യമായ ലാഗുകളുണ്ട്, പാട്ടുകൾ ആവശ്യമില്ലാത്തടുത്ത്, അല്ലെങ്കിൽ പാട്ടുകൾ മോശമല്ല പക്ഷെ പ്ലേസ്മെൻറ്റ് മോശമായിരുന്നു, ബോറടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളുകൾ കൂടിയിട്ട് കണ്ടതിൽ വെച്ചിട്ട് ഒരു എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്തൊരു സിനിമ എന്ന് തന്നെയാണ് ഗറിനെ കുറിച്ചിട്ട്. ഒരു പാവം പിടിച്ചൊരു ഉറങ്ങിയ സിംഹവും അതിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു പ്രേമവും, ഇതൊക്കെ എവിടെയാണ് വർക്കാവുന്നത്? കുറച്ചുകൂടി ഇതിൽ ഈ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇനിയും നല്ല ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ. ജയ് ആയാലും എവിടെ നിന്നാലും നമ്മുടെ മലയാളത്തിനും മൊത്തത്തിൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങളായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.